Biju Menon was my opposite lead, and he's a very I don't even know if he remembers that I acted with him because he's that reserved. ഇനി കാണുമ്പോൾ ചോദിക്കണം, ഹലോ ഞാനാണ് കേട്ടോ, എന്നെ ഓർമ്മയുണ്ടോന്നൊക്കെ. You can't expect every lady or a girl to be that astute or that sharp, right? നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് sharp. So the experience of working was I really enjoyed it because എനിക്ക് അത്ര വലിയ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. And also they gave me a lot of flexibility in the sense, Anna, I was working in Indian Institute of Space Science and Technology. I was doing a project there. They would say, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതിനു വേണ്ടി അവർ ട്രിവാൻഡ്രത്ത് ഇത്രയും ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഞാനിങ്ങനെ നോക്കും, ഒരു ഷോട്ട് ആദ്യം എനിക്ക് അത് അറിഞ്ഞൂടാ, ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഫ്രെയിം പോയി നോക്കണം എന്നുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയും, അത് ഇവിടെ ഈ പൊസിഷനിൽ എനിക്കൊരു ചെറിയൊരു അപാകതയുണ്ട്. ചില സമയത്ത് ഈവൻ പൊസിഷനിങ് ദി ആംഗിൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പൊസിഷനിൽ you may probably want you to be placed in a better position. So eppozhum when there is a hero, I think that becomes right from there you find, if you look at when I'm talking about the so-called ഒരു ഇൻഗ്രെയിൻഡ് ആയിട്ട് വരുന്ന ഒരു പ്രഫറൻസിൽ എപ്പോഴും, എസ്പെഷ്യലി ഞാനൊരു ന്യൂ കമ്മറാണ്, preference is always on the male focus point, right? അതുവരെ at times ഞാൻ പറയും അതെന്താ, സോ നമ്മൾ കുറച്ച് നോട്ട് ദാറ്റ് ദേ ഡൂയിങ് ഇറ്റ് വാണ്ടഡ്ലി, പക്ഷേ ഫോർ എക്സാമ്പിൾ ആംഗിൾസ് ആൻഡ് ഓൾ ദ മെയിൽ ഇസ് ഗിവൺ ഹിസ് പ്രെഫറൻസ് ഇസ് ഗിവൺ മോർ പ്രെഫറൻസ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് യു ഫൈൻഡ് ഇറ്റ് ഇൻ സച്ച് സട്ടിൽ വേസ്. ആൻഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയിലൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് അറിയാം, ബട്ട് ഇതൊക്കെ അൺനോയിങ്ലി വരുന്നതാണ്. സോ അതൊക്കെ അപ്പോഴൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യും. ബട്ട് അതർവൈസ് they have been extremely nice to me. And I think if we have a team like that, it is great. And I was more like a child because I was observing a lot of stuff, right? I was observing how people behaved, and intermediates എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ. അപ്പോഴും ഡയറക്ടറും ക്യാമറ പേഴ്സണുമായിട്ട് അല്ല നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾവേസ് ദി അതർ പേഴ്സൺ. സോ അവരെങ്ങനെയാണോ ആൻഡ് എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് കൂടുതലും സപ്പോർട്ടേഴ്സാണ്, ലൈക്ക് പീപ്പിൾ ഹു ഡു യുവർ മേക്കപ്പ്, ഹെയർ, യുവർ ഹെൽപ്പ്. A lot of stories from them, right? Very interesting. So എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നി. Overall it was a good experience. It was a fabulous experience for me. ഞാൻ ചോദിക്കാൻ കാരണം ഈ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള സിനിമ ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് from your personal experience. Yeah, obviously. അത് നമ്മൾ വേണം വെച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എനി അതർ പ്ലേസ്. ഞാൻ ഡാൻസിന് പോകണു, ദി ഓർഗനൈസർ ത്രോസ് ടാൻട്രംസ്, യു ഹാവ് ദി എബിലിറ്റി ടു സേ എക്സ്ക്യൂസ് മീ. അത്രേ ഉള്ളൂ. Is it because you come in as a It could be that. I agree with you. It could be that. And not everybody would be, you can't expect every lady or a girl to be that astute or that sharp, right? നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് sharp, or for them to be given that kind of importance. But അങ്ങനെ പ്രശ്നമാവുന്ന സമയത്തൊക്കെ പക്ഷെ എന്നാലും the moment you say no, it is no. എൻ്റെ ഒരു ഈ ഒരു ടീമിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇന്നത്തെ മെനി അതർ ടീംസ് ഐ നോ അങ്ങനെ നമ്മുടെ മേലെ കയറി വരുന്നത് ആരും ഇല്ല കേട്ടോ. Biju Menon was my opposite lead, and he's a very I don't even know if he remembers that I acted with him because he's that reserved. ഇനി കാണുമ്പോൾ ചോദിക്കണം, ഹലോ ഞാനാണ് കേട്ടോ, എന്നെ ഓർമ്മയുണ്ടോന്നൊക്കെ. സോ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പതുക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. ഒരു കണക്കിന് ഞാനും അങ്ങനെയാണ് സെറ്റിൽ. ഐ വാസ് ഓൾസോ, അതുകൊണ്ട് അവിടെ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ്.
അവരെ സംബന്ധിച്ചോളം ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പേടി. കോസ്റ്റാഴ്സിനല്ല, മറ്റേ ക്രൂവിന്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്നിട്ട് ഇതിങ്ങനെ പറയണേ പിന്നീട് അതൊക്കെ പറയാണ്ടായി, യുനോ. സോ വെൻ ദേ ന്യൂ ദാറ്റ് മോഡുലേറ്റിംഗ് ഒക്കെ അതിൻ്റെ ഡബിങ് ഞാൻ തന്നെയാണ് ചെയ്തത്. സോ I really want to, for me now it's a medium that I can explore myself for my art. എനിക്ക് നമ്മുടെ പെർക്കഷൻ, കേരള പെർക്കഷൻ ആണ് എൻ്റെ മോട്ടിവേഷൻ. ആൻഡ് ദ സെൻസ് ഓഫ് അതിന് ഭയങ്കര ഷാമനിക് സൗണ്ടാണ് നമ്മുടെ പെർക്കഷൻ. ഭയങ്കര ഒരു വേറൊരു റെലമിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു പേസ് ഉണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ അതിവിളമ്പത്തുനിന്ന് തുടങ്ങി പിന്നെ ഈ ദ്രുതകാലത്തിലേക്ക് പോകും. ആൻഡ് മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പോലെ അല്ല നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സും അതിൻ്റെ ഒരു താള സിസ്റ്റം ഒക്കെ. ചെണ്ട, ഇടയ്ക്ക, മിഴാവൊക്കെ ഞാനിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിമില, മദളം. സോ ഇടയ്ക്കയും മദളമൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ബട്ട് പിന്നീട് അപ്പം എനിക്ക് തോന്നിയത് ഒരു നമ്മുടെ ആർട്ട് ഫോമിൽ നമ്മളുടെ നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ക്യാരക്ടേഴ്സ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു താളം സിസ്റ്റം ഇസ് വെരി വെരി ഫേവറബിൾ. അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്ക് കാവലം നാരായണ പണിക്കർ സാറാണ്. ദാറ്റ് ദർ ഇസ് എ സിസ്റ്റം ഓഫ് കേരള താളം. പക്ഷെ അതിന് മുമ്പേ എനിക്ക് ഈ സൗണ്ട്സിനോട് ഞാൻ ഭയങ്കര മോഹിനിയാട്ടം കളിക്കുമ്പോഴൊക്കെ ഞാൻ മദളമേ ഉപയോഗിക്കുള്ളൂ. അന്ന് മദളം അധികം ഉപയോഗിക്കാത്ത കാലം. പക്ഷെ അത് ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് കാവലം സാറെ കാണുന്നതും അദ്ദേഹമാണ് അല്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നതും താളത്തിൻ്റെ. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഇന്നും ഐ ഡോണ്ട് ഫോളോ എൻറ്റയർലി ദി കാവലം നാരായണ പണിക്കർ സിസ്റ്റം ഓഫ് മ്യൂസിക്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ മ്യൂസിക് ഐ തിങ്ക് വെൻ ഐ വർക്ക് വിത്ത് മ്യൂസിക്, ഞാൻ പലയിലും ഞാൻ തന്നെയാണ് മ്യൂസിക് കമ്പോസ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ എനിക്ക് ഈ സൗണ്ട്സ്കേപ്പ് വളരെ പ്രധാനമാണ് എൻ്റെ വർക്കിൽ. മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ലാസ്യപ്രധാനമായ ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ മാത്രം അല്ലെങ്കിൽ ചുരുക്കി കാണുന്ന ഒരു ആർട്ട് ഫോം കൂടിയാണ്. അതിലുപരി അപ്പോൾ നൃത്തം എന്നുള്ള രീതിയിൽ എന്താണ് അട്രാക്ട് ചെയ്തത്? ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഒക്കെ പഠിച്ച ഒരാളെന്ന നിലയിൽ മോഹിനിയാട്ടം എന്ന ഡാൻസ് ഐറ്റത്തിന്, ആ ഒരു പെർഫോമിംഗ് ആർട്ടിനെ എങ്ങനെയാണ് കൂടുതൽ അട്രാക്റ്റഡ് ആയത് എന്നുള്ളതാണ്. അതിൻ്റെ നൃത്തം, നൃത്തം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ നമ്മൾ ഈ അടവുകളൊക്കെ ചെയ്യുമല്ലോ, മൂവ്മെൻറ്റ്സ്, ബോഡി കൈനസിക്സ്, അതിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് നോട്ട് ഈസി. കാണുമ്പോൾ ഭയങ്കര ഈസി ആയി തോന്നും, പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. മറ്റേതൊക്കെ ഒരു കാർഡിയോ വാസ്കുലറിൽ പെടും. ഇത് ഇറ്റ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് റിസ്ട്രെയിൻ. ചെയ്ത് വരേണ്ട ഒരു ലാസ്യമാണ്. ലാസ്യം എന്ന് പറയുന്നത് അഗൈൻ ദാറ്റ് ടേം ഐ എം നോട്ട് യൂസിങ്. ചെയ്ത് വരേണ്ട ഒരു ഗ്രേസാണ്. ആൻഡ് അത് വളരെ സെൻസിറ്റീവ് ആണ്. എന്താ വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഗോ അവേ ഫ്രം ദാറ്റ്. നമ്മളൊന്ന് പാളിപ്പോവാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ബോറടിക്കാനും സാധ്യതയുണ്ടാകും. പക്ഷേ അത് നമ്മൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് ഡിലിജൻ്റ്ലി കൈകാര്യം ചെയ്താൽ, ഇന്നിപ്പോൾ നമ്മൾ പലവിടെയും വെളിയിലൊക്കെ ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ അത് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. സീരിയസ്ലി ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഒരുപാട് മറ്റ് കാര്യങ്ങളും കൂടെ കൊണ്ടുവരാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നു ആ നൃത്തം, പൊതുവെ ആൾക്കാർ വരുമ്പോൾ അഭിനയ പ്രധാന കാര്യം ചെയ്യും. നമ്മൾ മലയാളീസൊക്കെ അഭിനയിക്കാൻ നല്ല ആൾക്കാരാണ്. ബട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട് നൃത്തം. ഇതിൽ കൊണ്ടുവരുമ്പോഴാണ് ഇതിനെ വേറൊരു ഡയമെൻഷനിലേക്ക് ഇത് പോകുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം കുച്ചിപ്പുടി ചെയ്യും, പക്ഷെ ഐ കാൺ ഡു. ഇപ്പോൾ കോൺസേർട്ട് ഞാൻ മോഹിനിയാട്ടം മാത്രമേ ചെയ്യാറുള്ളൂ. പഠിപ്പിക്കുന്നുണ്ട്. Because that song, I could never do a mohiniyattam to that song. എൻ്റെ ബീറ്റ്സ് അങ്ങനെയായിരുന്നു. ആൻഡ് ഓൾസോ ഇപ്പം ഞാൻ ജഡായു, നമ്മൾ ONV കുറുപ്പ് സർ എഴുതിയ ജഡായു പവറുടെ ടൈറ്റിൽ മ്യൂസിക് ഉണ്ട്. അത് രാജീവ് അഞ്ചലാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ മ്യൂസിക് M ജയചന്ദ്രനാണ്. സോ ദേ ഗേവ് മീ ദ മ്യൂസിക്. സോ യൂഷ്വലി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഐ വർക്ക് വിത്ത് മ്യൂസിഷ്യൻസ്. പക്ഷെ ആ മ്യൂസിക് തന്നപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളപ്പോൾ ആ മ്യൂസിക് എവറി ടൈം മ്യൂസിക്, ഇഫ് ഇറ്റ് ഇസ് ഓൾറെഡി ഗിവൺ, സ്റ്റിക്ക് ടു ദ മ്യൂസിക് ആൻഡ് വാട്ട് മ്യൂസിക് ബ്രിങ്സ് ഔട്ട്
മ്യൂസിക് ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ്ലി എൻ്റെ ബോഡി കൊണ്ടുവരുന്ന ഒരു മൂവ്മെൻറ്റ് ശൈലിയുണ്ട്. അത് ചെയ്യണം. അതല്ലാണ്ട് നമ്മൾ അതാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. നമുക്ക് വേണമെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പക്ഷെ പൊതുവെ അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കുമ്പോൾ ഞാനൊരു ഫ്രീ സ്റ്റൈലായിട്ട് ഐ നോ ഇതൊക്കെ പഠിച്ചതിൻ്റെ ഒരു ഗുണം എനിക്ക് നാളെ ഒരു വളരെ ഫ്രീ സ്റ്റൈലായിട്ടുള്ള ഇതിലൊന്നും ഫോളോ ചെയ്യാത്ത ഒരു ലാംഗ്വേജ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് നമുക്ക് 2 കാല് 2 കൈ ഇത് വെച്ചിട്ട് തന്നെയല്ലേ ഉള്ളൂ. സോ ഇതൊക്കെ എനർജീസിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ്. പിന്നെ റീജിയണലിസം അതാണ് നമ്മുടെ ആർട്ട് ഫോമിനെ ആർട്ട് ഫോം ആക്കുന്നത്. പിന്നെ ഇത്രയും വർഷത്തെ ഒരു ഇതിൽ ഈ കലയിൽ എനിക്ക് ഒന്നും മനസ്സിലാക്കിയ മോഹിനിയാട്ടത്തിൽ വാക്കുകൾ നമുക്ക് ഒരുപാട് വേണ്ട. കുറച്ച് വാക്കുകൾ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന സമയമെടുത്ത് നമുക്ക് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാം. നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പോൾ ആ കഥാപാത്രങ്ങളും സന്ദർഭങ്ങൾ കുറേ കൂടെ ഇൻറ്റൻസാവും. ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഒരു ശൃംഗാരം ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അത് ശൃംഗാരമാവുന്നില്ല. ബട്ട് നമ്മളൊരു 5 മിനിറ്റ് നിങ്ങൾ ശൃംഗാരം ചെയ്യുന്നു, ഐ എം ടെലിങ് യു 5 minutes to ശൃംഗാരം. You will find so many other ways in which you can actually bring that out. ഹാസ്യം എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കേണ്ട ആവശ്യമില്ല ഒരാളെ ചിരിപ്പിക്കാൻ. യു ക്യാൻ ബ്രിങ് ഔട്ട് സംതിങ് എൽസ് ദാറ്റ് ക്യാൻ. ഞാൻ നല്ലൊരു കാര്യമില്ലാണ്ട് ഞാൻ ഇവിടെ കരഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അപ്പം ഇതാണ് ഒരു ടൈം വെച്ച് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം. വാക്കുകൾ കുറയുന്നു. നമ്മുടെ ഈ വിളംബിത കാലത്തിൽ നമുക്കിതിനുള്ളൊരു സാധനം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും എബിലിറ്റിയും ഒക്കെ അത് തരുന്നുണ്ട്. ആർട്ട് ഫോമും നമ്മുടെ മ്യൂസിക്കും എല്ലാം. മറ്റതിലിങ്ങനെ ടക്ക് പോവുകയാണോ, എല്ലാം ഇങ്ങനെ മിന്നിയും നമ്മൾ വായിക്കുന്ന പോലെ ആ കഥകൾ പോവുക. ഇത് നമുക്ക് യു ക്യാൻ ആക്ച്വലി സ്റ്റേ ഓൺ, ലിങ്കർ ഓൺ ഇൻ ദാറ്റ് എമോഷൻ അല്ലേ. ഒരു പേടി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയം കാണിച്ചാൽ അത് പേടിയാവണം എന്നില്ല. നമ്മൾ അതൊന്നും കാണിക്കാണ്ട് നമുക്ക് ഓഡിയൻസിനെ പേടിപ്പെടുത്താം.